നമസ്തേ. യോഗ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു സിറ്റിംഗ് ആസനയാണ് പരിചയപ്പെടുന്നത്, പരീഗാസന. അതിനായിട്ട് ആദ്യം വജ്രാസനയിൽ നിന്നും മുട്ടുകുത്തി നിൽക്കുന്ന പൊസിഷനിലോട്ട് വരിക. രണ്ട് കാലും മുട്ടുകുത്തി നിൽക്കുന്ന സ്ഥിതിയിൽ വന്നു മാറ്റിൻ്റെ ഒരു വശത്തോട്ടായിട്ട് വരണം. വലത് കാല് പുറത്തേക്ക് ഈ കാണുന്ന രീതിയിൽ വെക്കുക. വലത് ഹീല് താഴെയും വലത് ടോസ് മുകളിലോട്ടും പോയിൻ്റ് ചെയ്തിരിക്കണം. ശരീരം നേരെ തന്നെ ഇരിക്കണം. വലത് കാൽമുട്ട് മുകളിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കേണ്ടത്. അതേപോലെ ഇടത് ഹിപ്പിന് താഴെയാണ് കാൽമുട്ട് വരേണ്ടത്. ആ കാൽമുട്ട് നേരെ ഒരു ലൈനിലാണ് നമ്മുടെ വലത് ഹീല് അല്ലെങ്കിൽ ഉപ്പൂറ്റ് വരേണ്ടത്. അത്രയും ശ്രദ്ധിക്കുക. അതിനുശേഷം ശ്വാസം എടുത്ത് ഇടത് കൈ മുകളിലോട്ട് ഉയർത്തി ശ്വാസം വിട്ട് വശങ്ങളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇതേ സമയം വലത് കൈ കാലിനൊപ്പം തന്നെ താഴോട്ട് പോകുന്ന രീതിയിലാണ് വരുന്നത്. സൈഡ് സ്ട്രെച്ചിങ് ആണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു പൊസിഷനിൽ. ദൃഷ്ടി നേരെ മുൻപിലോട്ട് വേണമെങ്കിൽ അങ്ങനെ നോക്കാം, അല്ലെങ്കിൽ ആംപിറ്റിൻ്റെ കൂടെ മേലേക്ക് നോക്കണം എന്നുള്ളവർക്ക് അങ്ങനെയാകാം. കഴുത്ത് വേദനയുള്ളവർ നേരെ തന്നെ നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ നോർമൽ ബ്രീത്തിങ്ങിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. കഴിഞ്ഞാൽ ശ്വാസം എടുത്ത് നേരെ വന്നു വിട്ടുകൊണ്ട് കൈ റിലീസ് ചെയ്യാം. ഇതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനായിട്ടുള്ളത്, മുട്ടുവേദനയുള്ളവർ അല്ലെങ്കിൽ മുട്ടിന് ചെറുതായിട്ട് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുള്ളവർ ഒരു കാൽമുട്ട് കുത്തി നിൽക്കുമ്പോൾ അവർക്ക് സ്ട്രെയിൻ തോന്നാം. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ രീതിയിൽ മാറ്റ് മടക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് താഴെ കൊടുത്തിട്ട് മുട്ട് കുത്തി വെച്ചിരിക്കുന്ന കാല് ഈ രീതിയിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആണെന്ന് കരുതണം എല്ലാവർക്കും. ആ കുത്തി വെച്ചിരിക്കുന്ന കാല് നമ്മൾ മാറ്റ് ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക. തുടക്കത്തിൽ കുറച്ച് മാത്രം കിട്ടുന്നുള്ളൂവെങ്കിൽ അങ്ങനെ ചെയ്യുക. മുന്നോട്ടോ പിന്നോട്ടോ ആഞ്ഞു പോവരുത്. ഓക്കെ, ദെൻ സാവധാനം നേരെ വരിക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മുട്ട് കുത്തി നിൽക്കുമ്പോൾ സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി മുട്ടിന് തേയ്മാനമോ മറ്റു ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് മുട്ടിന് സ്ട്രെയിൻ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഇനി അതേപോലെ തന്നെ എതിർവശം ചെയ്യാം. വലത് കാലിൻ്റെ മുട്ടാണ് മാറ്റിന് മുകളിൽ കുത്തി വെച്ചിരിക്കുന്നത്. ഇടത് കാലാണ് പുറത്തോട്ട് എടുക്കുന്നത്. ഇടത് കാലിൻ്റെ ഹീല് താഴെ പതിഞ്ഞിരിക്കണം. വിരലുകൾ മുകളിലോട്ട്, കാലിൻ്റെ വിരൽ ടോസ് മുകളിലോട്ട്. ശ്വാസം എടുത്ത് വലത് കൈ ഉയർത്തി ശ്വാസം വിട്ട് വശങ്ങളിലൂടെ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. ദൃഷ്ടി മേലേക്ക് ഉയർത്തി നോക്കണമെങ്കിൽ അങ്ങനെ തല തിരിച്ച് നോക്കാം, അല്ലെങ്കിൽ നേരെ മുൻപോട്ട് നോക്കി ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ശേഷം ശ്വാസം എടുത്ത് കൈ ഉയർത്തി വിട്ടുകൊണ്ട് റിലീസ് ചെയ്യുക. ഓക്കെ, പരീഗാസന ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്തത്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുട്ടുകുത്തി ഉപ്പൂറ്റിയിലിരുന്ന് വജ്രാസനയിലോ അല്ലാന്നുണ്ടെങ്കിൽ ശശാങ്കാസനയിലോ റിലാക്സ് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് റിലാക്സേഷൻ എടുക്കുക, സാവധാനം തിരിച്ചു വരിക. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. നമസ്തേ. നമ്മുടെ ബിഗിനേഴ്സിൻ്റെ ഓൺലൈൻ യോഗ ക്ലാസ് രാവിലെ 6 മുതൽ 7 വരെയും വൈകിട്ട് 6 മുതൽ 7 വരെയും 2 ബാച്ച് നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജിലൂടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട്. നമസ്തേ.